ഈ മേളിൽ കാണുന്ന ഫോട്ടോ ഉണ്ടോ? ഇവനോടാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഈ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റുണ്ട്. എടാ, ഒരാൾക്കുടെ വീടിൻ്റെ വഴിയുടെ മുമ്പിലല്ല നിൻ്റെ കാറ് കൊണ്ടിട്ടിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. മനസ്സിലായോ? എടാ, എനിക്കുണ്ടൊരു വീട്. എൻ്റെ വീട്ടിലും ഇതുപോലെ ഒരു വഴിയുണ്ട്. ആ വഴിയുടെ ഫ്രണ്ടിൽ ആരെങ്കിലും കാറ് കൊണ്ടിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചീത്ത പറയും. അവിടെ കൊണ്ടിട്ട് ആരും ഒക്കില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പെണ്ണും പറഞ്ഞത് അല്ലേ, ആണുങ്ങളോട് ഇതുപോലെയൊക്കെ പറയണമെങ്കിൽ നിൻ്റെ കാറിനെ കുറ്റി അടിച്ച് പൊളിച്ചാണ്, നിൻ്റെ മൊബൈൽ മേടിച്ച് എന്നെ പൊട്ടിച്ച് പളകളഞ്ഞാൽ. ഒരു പെങ്കൊച്ചായണ്ടല്ലോ നീ ഇതുപോലെ എടുത്തത് ഈ ഇങ്ങനെ കാണിച്ചത്. നീ പറഞ്ഞിട്ടല്ലോ നീ ആശുപത്രിയിൽ പോയതായിരുന്നു. എടാ, നീ ആശുപത്രിയിൽ പോയതാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായി. ഇപ്പം നിങ്ങൾ റെസ്റ്റ് എടുത്താണെങ്കിൽ ഒരു വീടിൻ്റെ വഴിയുടെ ഫ്രണ്ടിലല്ല നിങ്ങൾ കാറ് കൊണ്ടിട്ട് അവിടെ റെസ്റ്റ് എടുക്കുന്നത്. അതിൻ്റെ അപ്പുറം സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ട് നീക്കിയിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ലായിരുന്നോ? അങ്ങോട്ട് നീക്കിയിട്ട് റെസ്റ്റ് എടുത്താൽ നിങ്ങളോട് ആരും ചോദിക്കാൻ വരുമോ? അതുകൊണ്ടല്ലേ ഹാർഷായിട്ട് ആ പെങ്കൊച്ച് സംസാരിച്ചത്. അവൻ അത് വീഡിയോ എടുത്ത് സമൂഹത്തിലിട്ട് ആ പിള്ളേനെ നാട്ടിച്ച്. ഇപ്പോൾ ആ പെങ്കൊച്ച് പറഞ്ഞിട്ടില്ലേ, ആ പെങ്കൊച്ച് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നീ പറഞ്ഞേ അത് ആത്മഹത്യ ചെയ്യുന്ന കാര്യം കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയതാണ്. ആ പെങ്കൊച്ചിൻ്റെ മനസ്സിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുന്നു നിനക്കും അറിയില്ല, വേറെ ഒരു സമൂഹത്തിലെ ആർക്കും അറിയാൻ പറ്റില്ല. ആ പെങ്കൊച്ചിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. വീട്ടിൽ ചെന്ന് അമ്മേനെ വിളിച്ചുകൊണ്ട് അത് മാന്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്തത്. ആ പെങ്കൊച്ച് പറഞ്ഞല്ലേ, അവസാനം ഇപ്പോൾ മീഡിയക്കാരൊക്കെ വന്നപ്പോഴാണ് ആ പെൺകൊച്ചിനോട് പറയണത്, ഞാൻ ഇവിടെ എൻ്റെ ഭാര്യയാണ്, ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടിട്ടാണ്. അതായത് ഇവിടെ കൊണ്ടിരുന്നത് നിൻ്റെ ഒരു വീടിൻ്റെ വഴിയുടെ ഫ്രണ്ടിലല്ല നിൻ്റെ വണ്ടി അവിടെ കൊണ്ടിരുന്നത്. ഞാനൊക്കെ നിൻ്റെ മോന്ത അടിച്ച് വിളിച്ചേനെ എൻ്റെ വീടിൻ്റെയൊക്കെ അവിടെ കൊണ്ടുവരണമെങ്കിൽ. നീ എൻ്റെ വഴിൻ്റെ അവിടെ കൊണ്ടുവരണം, അന്നേരം ഞാൻ കാണിച്ചു തരാം എന്നാണ് എൻ്റെ ഒരു വണ്ടി. ആ പെങ്കൊച്ചിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും നീ ഓർത്തിരിക്കണേ? ആ പെങ്കൊച്ച് നാളെ ആത്മഹത്യ വേറെ എന്തെങ്കിലും ചെയ്താൽ നീ തന്നെയാണ്. ആ കൊച്ചിന് മാനസികമായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണമാണ് ആ കൊച്ച് ആത്മഹത്യ ചെയ്യുന്ന കാര്യം പറഞ്ഞ് അത് അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാ ഇപ്പം സമൂഹം. മനസ്സിലായോ? നീ പറഞ്ഞേ അത് ആത്മഹത്യ ചെയ്യുന്ന കാര്യം കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയതാണ്. ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് നീ ഇതൊന്നും ആലോചിച്ചില്ലായിരുന്നോ? ആ പെങ്കൊച്ച ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സമൂഹം മൊത്തം നിന്റെ കൂടെ എല്ലാവരും നിൽക്കണ്ടേ? എടാ, നാളെ ഈ സമൂഹം നിന്റെ കൂടെ ആ പെങ്കൊച്ച ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? നിന്നെ എല്ലാവരും എടുത്തുണ്ടല്ലോ കഴിവേറ്റും. അതാ സമൂഹം. മനസ്സിലായോ? അതൊക്കെ ഓർത്തിനാണ് നിനക്ക് നല്ലത്. അപ്പോൾ പെങ്കൊച്ച ആത്മഹത്യ ചെയ്യാണ്ടിരിക്കട്ടെ, അങ്ങനെ ഒരു ദുർബുദ്ധി അതിന് തോന്നാതിരിക്കട്ടെ. അതാണ് എനിക്ക് അതിനോട് പറയാനുള്ളത്. എടി മോളെ, നിനക്ക് നിൻ്റെ കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ലേ വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും? എടി, ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്ത് കാര്യത്തിനും ഒരു തെളിവാണ് ആവശ്യം. അതാണ് നമുക്ക് വേണ്ടത്. തെളിവില്ലെങ്കിൽ ഒന്നുമില്ല. ഒരു കോടതി ചെന്നാൽ അത് തന്നെയാണ്. തെളിവുണ്ടോ എങ്കിൽ കേസ് വെക്കും, തെളിവില്ലേ ആ കേസ് തള്ളിയപ്പോൾ. അതാണ് ഇപ്പോൾ ഒരവസ്ഥ.